കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ എളവള്ളി പഞ്ചായത്തിലെ വെജിറ്റബിൾ കിയോസ്കിന്റെ പ്രവർത്തനം നിലച്ചു. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച രണ്ടാമത്തെ കിയോസ്ക് ആയിരുന്നു എളവള്ളിയിലേത്. 2 ലക്ഷം രൂപയാണ് കിയോസ്കിന്റെ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ മിഷൻ അനുവദിച്ചിരുന്നത്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം നിർമ്മിച്ച 3 ഷട്ടറുകളോടുകൂടിയ കെട്ടിടത്തിലാണ് കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. മുല്ലശ്ശേരി ബ്ലോക്കിൽ അനുവദിച്ച ഏക വെജിറ്റബിൾ കിയോസ്ക് ആയതിനാൽ കെട്ടിട വാടക പരിപൂർണമായും സൗജന്യമാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചിരുന്നു. നാടൻ പച്ചക്കറികൾ, നാടൻ കോഴിമുട്ടകൾ, തൈര്, നെയ്യ്, ഉരുക്കു വെളിച്ചെണ്ണ, അച്ചാറുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വെജിറ്റബിൾ കിയോസ്കിൽ വിൽപ്പന നടത്തി വന്നിരുന്നത്. 2 മാസക്കാലമായി സ്ഥിരമായി വെജിറ്റബിൾ കിയോസ്ക് പൂട്ടിക്കിടക്കുകയാണ്. എളവള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെയും കുടുംബശ്രീ CDSന്റെയും അനാസ്ഥയാണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട കിയോസ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി വെജിറ്റബിൾ കിയോസ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം കെട്ടിടം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് തിരിച്ചേൽപ്പിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ജിയോ ഫോക്സ് ആവശ്യപ്പെട്ടു. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇന്ന് ഈ പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും കുടുംബശ്രീ CDSന്റെയും അനാസ്ഥയുടെ ഭാഗമായി 2 മാസക്കാലമായി പൂട്ടിക്കിടക്കുകയാണ്. അടിയന്തരമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, അതിനൂതനമായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തം ഈ ഭരണസമിതിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അടിയന്തരമായി ഈ വെജിറ്റബിൾ കിയോസ്ക് തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം സൗജന്യമായി കെട്ടിടത്തിന് വാടകയില്ലാതെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുള്ള ഈ കെട്ടിടം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് തിരിച്ചേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. TCV പാവറട്ടി.